മനുഷ്യക്കടത്ത് കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും കേസിന്റെ ഭാവിയിൽ കന്യാസ്ത്രീകൾക്കും സഭയ്ക്കും ആശങ്കയുണ്ട്. ജാമ്യ വ്യവസ്ഥകളും കേസിന്റെ തുടർ നടപടികളും കന്യാസ്ത്രീകളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കേസ് റദ്ദാക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്നാണ് ക്രൈസ്തവ സഭയുടെയും കന്യാസ്ത്രീകളുടെ കുടുംബത്തിന്റെയും അഭിപ്രായം. കേസിൽ എഫ്ഐആർ റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. അർജുൻ പീഡാംബരൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി 10 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ആശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ആശങ്കയായി നിലനിൽക്കുന്നത് ആ എഫ്ഐആർ തന്നെയാണ്. ആ കുറ്റങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസ് റദ്ദാക്കാൻ ഇനിയുള്ള തടസ്സം എന്താണ്? തീർച്ചയായിട്ടും ആര്യ, ഈ ഛത്തീസ്ഗഡിൽ തന്നെ അവിടെയുള്ള BJP സർക്കാരിന് മുകളിൽ എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും BJP അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ കേസ് റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തിനകത്തുണ്ടാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചും തീവ്ര ഹിന്ദു സംഘടനകൾ അതുപോലെ തന്നെ ബജ്രംഗ് പ്രവർത്തകരെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതാണിപ്പോൾ ഒരു സംശയം മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജാമ്യവ്യവസ്ഥകളാണ് ഏറ്റവും അധികം ആശങ്കയായി തുടരുന്നത്. അതായത് കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കില്ല. മാത്രമല്ല 2 ആഴ്ച ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, ഒപ്പം തന്നെ ചോദ്യം ചെയ്യാനും ലഭിക്കുമ്പോഴെല്ലാം തന്നെ വരണം. ഈ ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നവരാണ് 2 കന്യാസ്ത്രീമാരെങ്കിൽ പോലും അവർ മലയാളികളാണ്, സ്ഥിരമായി കേരളത്തിൽ വന്നു പോകുന്നവരാണ്. ഒപ്പം തന്നെ ഛത്തീസ്ഗഡിന് പുറത്തേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലും പോയി അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രികളിലേക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജോലിക്കും മറ്റുമായിട്ടെല്ലാം തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ സ്വതന്ത്ര പ്രവർത്തനത്തെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക മറികടക്കാനായി സാധിക്കുന്നത് FIR റദ്ദാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സഭ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും വൈകാതെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലെ ഈ കന്യാസ്ത്രീകളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട 3 പെൺകുട്ടികൾ അവർ അവിടെ ഉണ്ടായിരുന്ന ജ്യോതി ശർമ്മയ്ക്കെതിരെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ പറയുന്നു. ഇന്ന് അവർ ഒരുപക്ഷെ ഓൺലൈനായി പരാതി കൊടുക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാൻ? ആരെയാണ് ഭയം? ആര്യ, അതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന പരാതി നൽകിയ പോലീസ് സ്റ്റേഷൻ അത് ഈ സംഭവം നടന്ന ആ ഒരു പരിധിയിലല്ല. ഈ നാരായൺപൂർ എന്ന് പറയുന്നത് അവിടെയല്ല ഈ കേസ്, ഈ സംഭവങ്ങൾ നടന്നത്, ഈ കയ്യേറ്റ ശ്രമം നടന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കേസെടുക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ലഭിച്ചത്. ഇത് മാറി കൃത്യമായിട്ടുള്ള ഇടത്ത് ഈ സംഭവം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പരാതി നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് തന്നെ ഓൺലൈനായി പരാതി നൽകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നെയും ഈ കേസ് എടുക്കാനായിട്ട് ബജ്രംഗ് പ്രവർത്തകർ, അതും ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന യുവതിക്കും അതുപോലെ തന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന മറ്റ് ആളുകൾക്കുമെതിരെ, മറ്റ് ബജ്രംഗ് പ്രവർത്തകർക്കുമെതിരെയാണ് കേസ് നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എടുക്കുമോ എന്നുള്ള കാര്യം ചോദ്യം തന്നെയാണ്. പക്ഷേ എപ്പോഴും ഇന്ന് ഓൺലൈനായിട്ട് കേസ് നൽകും. അതിനുശേഷമായിരിക്കും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഒരു വ്യക്തത വരിക. കഴിഞ്ഞ ദിവസം ഈ പരാതി വിവരങ്ങൾ നൽകിയത്.